നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് 9 ദേവീ ക്ഷേത്രങ്ങളിൽ നിന്നും തെളിയിച്ചു കൊണ്ടുവരുന്ന അഖണ്ഡജ്വാലകൾക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ 9 ദിവസം 9 കെടാവിളക്കുകളായി ഇവ സൂക്ഷിക്കും. ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 2 വരെ ദേവിയുടെ 9 ഭാവങ്ങളിലുള്ള പൂജകൾ ത്രികാലമായി മണ്ഡപത്തിൽ നടക്കും. ഇത്തവണ വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവരാത്രി ദിവസങ്ങളിൽ 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ദേവീഭാവത്തിൽ പൂജിച്ച് ആരാധന നടത്തും. നവരാത്രി വ്രതത്തോടനുബന്ധിച്ച് വ്രതം ആചരിക്കുന്ന ഭക്തർക്ക് വ്രതകാല ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ടെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 2 വരെ രാവിലെ 9:30 മുതൽ ദേവി മഹാത്മ്യ പാരായണം ഉണ്ടായിരിക്കും. 29-ന് തിങ്കൾ വൈകിട്ട് പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വയ്ക്കും. 30-ന് ചൊവ്വ രാവിലെ കാഴ്ചകുല സമർപ്പണം. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ രാവിലെ 7:30 മുതൽ എഴുത്തിനിരുത്തൽ, രാവിലെ 10 മുതൽ വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവയുണ്ടാകും. 27 ശനി മുതൽ ഒക്ടോബർ 1 ബുധൻ വരെ വൈകിട്ട് 7:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രയോഗം ഭരണസമിതി പ്രസിഡന്റ് KV സുരേഷ്, സെക്രട്ടറി VK സുനിൽ ബാബു, ട്രഷറർ MG ആനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായി. ഒടിയങ്കം സിനിമയിലെ നായക നടൻ ശ്രീജിത്ത് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A സുരേഷ് കുമാർ, N വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. വിജയദശമി ദിവസം വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. കാണാതായ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ വരവൂർ പിലാക്കാട് സ്വദേശി 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ഞായറാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ യുവതിയുടെ ചെരുപ്പും ബാഗും കണ്ടത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാത്രി 8 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി എരുമപ്പെട്ടി CI-മാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് മരിച്ച ഗ്രീഷ്മ. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. INTUC പുതുക്കാട് നിയോജക മണ്ഡലം നേതൃയോഗം അളഗപ്പ നഗറിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി വിനയൻ പണിക്കവളപ്പിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റുമാരായ നാരായണൻ, സോമൻ മുത്രത്തിക്കര, ജില്ലാ സെക്രട്ടറി KL ജയ്സൺ, DCC സെക്രട്ടറി കല്ലൂർ ബാബു എന്നിവർ പ്രസംഗിച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നു. ചൊവ്വാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത് പവന് 920 രൂപ, ഗ്രാമിന് 115 രൂപയാണ് വർദ്ധിച്ചത്. 10,450 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 1 പവൻ സ്വർണത്തിന്റെ വില 83,840 രൂപയിലെത്തി. തിങ്കളാഴ്ച സ്വർണവില 2 തവണ വർദ്ധിച്ചിരുന്നു. ചൊവ്വാഴ്ച രൂപയുടെ വിലയിൽ ഇടിവ് സംഭവിച്ചത് സ്വർണവിലയിൽ കുതിപ്പിന് പ്രധാന കാരണമായി. ഈ മാസം മാത്രം സ്വർണ്ണവിലയിൽ 6,200 രൂപയുടെ വർധനവുണ്ടായി. ഇതോടെ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 94,000 രൂപ മുടക്കേണ്ട സ്ഥിതിയായി.
ഇനിയും വില വർധന പ്രതീക്ഷിക്കുന്നതിനാൽ സ്വർണത്തിന് മികച്ച നിക്ഷേപ സാഹചര്യമാണ് ഇപ്പോഴും പ്രവചിക്കുന്നത്. BJP മറ്റത്തൂർ പഞ്ചായത്ത് നിശാശില്പശാല കോടാലി ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ എറണാകുളം മേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖല പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജനറൽ സെക്രട്ടറി രാംദാസ് വൈലൂർ, സംസ്ഥാന സമിതി അംഗം PG ജയൻ, കവിത പ്രസാദ്, സജിത ചന്ദ്രൻ, PC ബൈജു, സുരേഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,480 രൂപയും പവന് 83,840 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.